കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ ദേവീക്ഷേത്രമാണ് ടൗണിൽ നിന്നും 10 കിലോമീറ്റർ അകലെയുള്ള മണർകാട് ദേവീക്ഷേത്രം. സാക്ഷാൽ കൊടുങ്ങല്ലൂരമ്മയുടെ അവതാരമായിട്ട് തന്നെയാണ് നമ്മൾ മണർകാട് ദേവിയെയും കൽപ്പിച്ചു വരുന്നത്. മണർകാട് ദേവീക്ഷേത്രത്തിന് സമീപം വർഷങ്ങളായിട്ട് ശാസ്ത്രീയമായ ജ്യോതിഷാലയം നടത്തുന്ന വ്യക്തിയാണ് ശ്രീ മണർകാട് ഹരികുമാർ. അദ്ദേഹം എൻ്റെ ആത്മാർത്ഥ സുഹൃത്തും സത്യസന്ധമായ വിവരണം നൽകുന്ന ജ്യോതിഷിയുമാണ്. അദ്ദേഹത്തോട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. ചേട്ടാ, ഇന്ന് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനവും സംഗീത ദിനവുമാണ്. ഈ അവസരത്തിൽ അങ്ങയെ കണ്ടുമുട്ടിയതിന് വളരെയധികം നമസ്കാരം. നമസ്കാരം. നമ്മുടെ സമൂഹത്തിലെ ധാരാളം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമൊക്കെ കടന്നുകൂടിയിട്ടുണ്ട്. ബ്രെയിൻ സ്പാർക്ക് യൂട്യൂബ് ചാനലിൻ്റെ ഉദ്ദേശം തന്നെ സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഈ കാലദോഷം എന്ന് പറയുന്നത്, ഗ്രഹപ്പഴ ദോഷം എന്ന് പറയുന്നത് ഒന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാലദോഷവും ഗ്രഹപ്പഴ ദോഷവും ഒക്കെ ഉണ്ട്. ഏത് കാര്യവും നമ്മൾ വിമർശിക്കുന്നതിന് മുമ്പ് അത് ഒന്ന് നിരീക്ഷിക്കുക. ഒരു ഗ്രഹപ്പഴ ദോഷം ഉണ്ടോ എന്നറിയുവാൻ അവരവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും വെച്ചുകൊണ്ട് ഒരു ഗ്രഹനില തയ്യാർ ചെയ്ത് നക്ഷത്രങ്ങളും മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതിയുമൊക്കെ മനസ്സിലാക്കി അത് ഗോചരഫലങ്ങളുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ആധുനിക കാലഘട്ടത്തിൽ നാനാജാതി മതസ്ഥരായ ആൾക്കാർ ജ്യോതിഷ കാര്യങ്ങൾക്കായിട്ട് നമ്മളെ സമീപിക്കാറുണ്ട്. അത് അവരവരുടെ ഗ്രഹപ്പിഴകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നതിന് വേണ്ടിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ വരുമ്പോൾ കഴിഞ്ഞുപോയ ദുഃഖങ്ങളെക്കുറിച്ചും ദുരിതങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന ഒരു നല്ല കാര്യത്തെക്കുറിച്ചും ഒക്കെ ഞാൻ ബോധിപ്പിച്ചുവിടാറുണ്ട്. അതുപോലെ വരാൻ പോകുന്ന ഒരു ദോഷകാലത്തെക്കുറിച്ചും അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി വിടാറുണ്ട്. അപ്പോൾ ശാസ്ത്രീയമായ ജാതക വിശകലനത്തിലൂടെ ഈ വക ദോഷങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? സാധിക്കും. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ കാര്യങ്ങൾ എങ്ങനെയാണ് പുരോഗതി പ്രാപിച്ച് നല്ല രീതിയിൽ വിദ്യാഭ്യാസം വളർന്നു വരുമോ എന്ന് ചോദിച്ചാൽ സത്യസന്ധമായ രീതിയിൽ അതിൻ്റെ ഗ്രഹനില പഠിച്ചതിന് ശേഷം നമുക്ക് വിലയിരുത്തുമ്പോൾ അത് സാങ്കേതിക വിദ്യ ആയിരിക്കുമോ, അതോ മെഡിക്കൽ രംഗമായിരിക്കുമോ, അതുമല്ല സ്വന്തം നാട് വിട്ടുപോയി വിദ്യാഭ്യാസം ചെയ്യുമോ, സാമാന്യ വിദ്യാഭ്യാസത്തിൽ ഒതുങ്ങുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിസൂക്ഷ്മമായ ഗണിതത്തിലൂടെ മനസ്സിലാക്കുവാനായി സാധിക്കും. ഇന്നിപ്പോൾ അന്താരാഷ്ട്ര യോഗാ ദിനമാണല്ലോ. യോഗയുടെ ദൈവമെന്ന് പറയുന്നത് യോഗീശ്വരനാണ്. അപ്പോൾ ഈ യോഗാ ദിനത്തിലെ യോഗീശ്വരനായ പരമശിവനെ പൂജിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേക ഫലസിദ്ധിയുണ്ടോ? യോഗീശ്വരനായ ഭഗവാൻ മഹാദേവനെ ഭജിക്കുന്നത് കൊണ്ടും പ്രാർത്ഥിക്കുന്നത് കൊണ്ടും ദോഷങ്ങളൊക്കെ അകന്നു. അതുപോലെ യോഗ ചെയ്യുന്നത്, ഞാൻ പല കാര്യങ്ങൾക്കായിട്ട് വരുന്ന ജ്യോതിഷ കാര്യങ്ങൾക്കായിട്ട് വരുന്നവർക്ക് യോഗ ഒരു നിർദ്ദേശിച്ചു കൊടുക്കാറുണ്ട്. യോഗ ചെയ്താൽ നിങ്ങളുടെ ചില പ്രശ്നങ്ങളൊക്കെ മാറും. അത് എല്ലാവർക്കും അല്ല, ചില കാര്യങ്ങൾക്ക് യോഗ അനിവാര്യമായ ഒരു ഘടകവുമാണ്. ചില പ്രത്യേക കാലഗണനയിൽ, പ്രത്യേക കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ മനസ്സ് അസ്വസ്ഥമാകുമല്ലോ. ഈ അസ്വസ്ഥമാകുന്ന സമയം പ്രത്യേകിച്ച് ഏതെല്ലാം ഗ്രഹങ്ങൾ ഏത് രാശിയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകുന്നത്? മനസ്സിനെ സ്വാധീനിക്കുന്ന 2 പ്രബല ഗ്രഹങ്ങളാണ് ചന്ദ്രനും ബുധനും. മനസ്സിൻ്റെ കാരകനായ ചന്ദ്രനും ബുദ്ധിയുടെ കാരകനായ ബുധനും ജാതകാൽ നല്ല ബലമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുന്നു. രാഷ്ട്രീയത്തിൻ്റെ ഉന്നത പദവിയിലും വലിയ പ്രസ്ഥാനങ്ങളുടെ ഡയറക്ടർമാരായിട്ടും ഒക്കെ ഭരണ കാര്യനിർവഹണത്തിനുമൊക്കെ വരുന്നതായിട്ട് എൻ്റെ ദീർഘകാലത്തെ ജാതക പരിശോധനയിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കൂടാതെ ഗോചരാൽ ഇപ്പോൾ
എങ്ങനെയൊക്കെയാണ് ഓരോ നക്ഷത്രക്കാരെയും ഗ്രഹങ്ങൾ സ്വാധീനിക്കുക, അങ്ങനെ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ മേടം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ശനിയെ ദൃഷ്ടി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇത് ഒരു അഗ്നിമാരുത ബന്ധമാണ്. നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് ധാരാളം യുവതികളായാലും യുവാക്കളായാലും മധ്യവയസ്കരായാലും തീപ്പൊള്ളലേറ്റും വെള്ളത്തിൽ പോയും അതുപോലെ തന്നെ സ്ഫോടക വസ്തുക്കൾ മുഖാന്തരവും ഒക്കെ മരിക്കുന്നതായിട്ടും അപ്രതീക്ഷിത മരണങ്ങൾ പ്രകൃതിയാൽ ഉണ്ടാകുന്നതായിട്ട് ഈ അടുത്ത കാലത്ത് ഈ വലിയ മഴയ്ക്ക് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല മറ്റ് വിദേശ രാജ്യങ്ങളിലുമൊക്കെ ഇത് സ്വാധീനിക്കുന്നുണ്ട്. ഇതിനെ അഗ്നിമാരുത ബന്ധം എന്ന് പറയും. ഇത് ഇങ്ങനെയുള്ള അഗ്നിമാരുത ബന്ധം വരുമ്പോഴും അമാവാസിയോടടുക്കുന്ന ദിവസങ്ങളിലും ധാരാളം അപകടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് എൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ അഗ്നിമാരുത ബന്ധം ഒഴിവാക്കാൻ വേണ്ടി യോഗീശ്വരനെയും പരാശക്തിയെയും പൂജിക്കുന്നതും യോഗ ചെയ്യുന്നതും ഉത്തമമാണല്ലേ? അതെ, ഒരു പരിധിവരെ ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെട്ടു തുടങ്ങുമ്പോൾ അവർക്ക് മനസ്സിന് ഒരു പക്വത വന്നു, അത് പ്രവർത്തിക്കും ഒരു പക്വത വന്നിട്ട് ആ പക്വത ജീവിതത്തിൽ വളരെയധികം വിലപ്പെട്ടതും അത് എപ്പോഴും നമുക്ക് വിജയത്തിൻ്റെ പ്രധാന ഒരു ഘടകവുമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഇപ്പം മണർകാട് ദേവീക്ഷേത്രം, ഈ മണർകാട് ദേവീക്ഷേത്രത്തിലെ കൊടുങ്ങല്ലൂരമ്മയുടെ യഥാർത്ഥത്തിലുള്ള പൂജാവിധികൾ തന്നെയാണ് നടത്തുന്നത്. ദേവിയുടെ തോഴിമാരായിട്ട് ഇവിടെ 2 യക്ഷിയമ്മമാർ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളുടെ കാലദോഷങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടി മണർകാട് ദേവീസന്നിധിയിൽ നമ്മൾ ദിവസവും വഴിപാടുകൾ അർപ്പിക്കുന്നതും ദർശനം നടത്തുന്നതും വളരെ നല്ലതാണ് അല്ലേ? മണർകാട്ടുകാവിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തനായാലും ഭക്തയ്ക്കായാലും അവരുടേതായ മനസ്സിൻ്റെ ദുഃഖങ്ങൾ മാറ്റി അഷ്ടൈശ്വര്യം പ്രദാനം ചെയ്യുന്ന ദേവീ സന്നിധിയാണ് മണർകാട് ദേവീക്ഷേത്രം.